Hi all, this is Angelit. Welcome to Study Table. ഖലീൽ ഗിബ്രാൻ്റെ സോങ് ഓഫ് ദ റെയിൻ മഴയുടെ ഗാനം എന്നുള്ള ആ പോയമിൻ്റെ നമുക്കിന്ന് ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസ് അതേപോലെ ആക്ടിവിറ്റീസ് സോൾവ് ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. ലെറ്റ്സ് റീവിസിറ്റ് ആൻഡ് എൻജോയ് ദ പോയം. ഹൂ ഈസ് ദ ഐ റെഫേർഡ് ടു ഇൻ ദ പോയം? ഈ പോയമിൽ ഐ എന്ന് പറയുന്ന ആരാണ്? ഐ എന്ന് എപ്പോഴും ആരാണ് പറയുന്നത്? ഞാൻ എന്ന് പറയുന്നത്. ഐ റെഫേർഡ് ടു ഇൻ ദ പോയം ഈസ് റെയിൻ. ഐ ആരാണ് ഈ പോയമിൽ? മഴയാണല്ലേ. വാട്ട് ഡസ് നേച്ചർ ഡു വിത്ത് ദ സിൽവർ ത്രെഡ്സ്? പ്രകൃതി ആ വെള്ളി ത്രെഡ് കൊണ്ട് എന്ത് ചെയ്യുന്നു ആ ത്രെഡ്സ് കൊണ്ട്? നേച്ചർ അഡോൺസ് ഇറ്റ്സ് ഫീൽഡ്സ് ആൻഡ് വാലീസ് വിത്ത് ദ സിൽവർ ത്രെഡ്സ്. നേച്ചർ എന്ത് ചെയ്യുന്നു? ഡെക്കറേറ്റ് ചെയ്യുന്നു. പ്രകൃതി പാടങ്ങളെയും വയലുകളെയും അതേപോലെ താഴ്വരകളെയൊക്കെ ഈ വെള്ളി നൂൽ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യുന്നു. വാട്ട് ഈസ് റെയിൻ കമ്പയർഡ് ടു? എന്തിനെയാണ് മഴ കമ്പയർ ചെയ്യുന്നത്? Rain is compared to beautiful pearls taken from the crown of Ishtar by the daughter of Dawn. Rain എന്തുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? നല്ല മനോഹരമായ മുത്തുകൾ, പേൾസ് എന്ന് പറഞ്ഞാൽ മുത്തുകളുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അത് എവിടെ നിന്ന് എടുത്ത മുത്തുകളാണ്? ക്രൗൺ ഓഫ് ഇഷ്ടാർ. ഇഷ്ടാർ എന്ന് പറഞ്ഞൊരു ദേവിയാണ്. പണ്ട് കാലങ്ങളിൽ ബാബിലോണിൻ്റെ ഭരണകാലത്തൊക്കെ അവിടെ ഉണ്ടായിരുന്ന അവർ സേവിച്ച ഒരു ദേവിയാണ് ഇഷ്ടാർ. അവരുടെ കിരീടത്തിലെ മനോഹരമായ മുത്തുപോലെയാണ് മഴ എന്നാണ് പറയുന്നത്. ഹു കുഡ് ബി ദ ഡോട്ടർ ഓഫ് ഡോൺ? ആരെയാണ് ഇവിടെ ഡോട്ടർ ഓഫ് ഡോൺ എന്ന് പറയുന്നത്? യെസ്, ദ ഡോട്ടർ ഓഫ് ഡോൺ കുഡ് ബി ഒറോറ, ഗോഡസ് ഓഫ് ഡോൺ അല്ലേ. നെക്സ്റ്റ് എന്താ പറയുന്നത്? കമൻ്റ് ഓൺ ദ എക്സ്പ്രഷൻ വെൻ ഐ ക്രൈ ദ ഹിൽസ് ലാഫ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഞാൻ കരയുമ്പോൾ മലകളും കുന്നുകളും ചിരിക്കുന്നു. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയാൻ കാരണം? ഇറ്റ് ഈസ് ത്രൂ റെയിനിങ് ദാറ്റ് ദ ഹിൽസ് ഗെറ്റ് വാട്ടർ ആൻഡ് ലൈഫ്. Again the sound of the thunder echoes on the hills like laughter. കാരണം എന്താണ്? ഈ മഴ പെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? അങ്ങ് മുകളിൽ മലകളിലും കുന്നുകളിലും ഒക്കെ എന്ത് കേൾക്കാൻ പറ്റും? വളരെയധികം ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റും അല്ലേ. കാരണം എന്താണ്? ഇറ്റ് ഈസ് റെയിനിങ്. ആ മഴയത്ത് അവിടെ അവർക്കൊരു ജീവൻ കിട്ടുന്നു. ഈ വെള്ളമൊക്കെ കിട്ടുമ്പോൾ അവിടെയുള്ള പച്ചപ്പുല്ലിനും കുന്നും പുറത്തുമൊക്കെ അവർക്കൊരു ജീവൻ, ഒരു ഉന്മേഷമാണ് മഴയിലൂടെ കിട്ടുന്നത്. അതുപോലെ തന്നെ വലിയ ഇടിമുഴക്കത്തിൻ്റെ ശബ്ദം, അതിൻ്റെ എക്കോ കേൾക്കുമ്പോൾ പൊട്ടിച്ചിരിക്കുന്നത് പോലെയാണ് തോന്നുന്നത്. ഹൗ ഡസ് ദ റെയിൻ ആക്ട് എസ് എ മെസ്സഞ്ചർ ഓഫ് മേഴ്സി? എങ്ങനെയാണ് മഴ മേഴ്സിയുടെ സന്ദേശകനാകുന്നത്? മേഴ്സി എന്ന് പറഞ്ഞാൽ എന്താണ്? ദയയുടെ സന്ദേശകനാകുന്നത്. ദ റെയിൻ ക്വെഞ്ചസ് ദ തേഴ്സ്റ്റ് ഓഫ് ദ ഫീൽഡ് ആൻഡ് ക്യൂർ ദ എയിൽമെൻറ്റ് ഓഫ് ദ ക്ലൗഡ്. കാരണം മഴ വയലുകളുടെ ദാഹം ശമിപ്പിക്കുന്നു, അതേപോലെ മേഘങ്ങളുടെ പീഡകൾ അല്ലെങ്കിൽ അവരുടെ അസുഖങ്ങൾ അതിന് സൗഖ്യം കൊടുക്കുന്നു. ഇൻ വാട്ട് സെൻസ് ആർ ദ ക്ലൗഡ് ആൻഡ് ദ ഫീൽഡ് ലവേഴ്സ്? ഏത് സെൻസിലാണ് അവർ പറയുന്നത്? മേഘങ്ങളും അതേപോലെ വയലുകളും രണ്ടും അവരുടെ ലവേഴ്സാണ് എന്ന് പറയാൻ എന്താ കാരണം ദ ഫീൽഡ് ഗെറ്റ്സ് വാട്ടർ ആൻഡ് ലൈഫ് ഫ്രം ദ ക്ലൗഡ്, ഷീ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ക്ലൗഡ്. കാരണം എന്താ? വയലിന് അതിൻ്റെ ജീവിതവും അതിന് വെള്ളവും എല്ലാം എവിടെ നിന്നാണ് കിട്ടുന്നത്? അതിൻ്റെ ജീവൻ പോലും ആ മേഘത്തിൽ നിന്നാണ് കിട്ടുന്നത്. അവൾ ഫുൾ ആയിട്ട് ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ആരെയാണ് ആശ്രയിക്കുന്നത്? മേഘങ്ങളെയാണ് ആശ്രയിക്കുന്നത്. ലൈക്ക് എ ലവർ, ഒരു ലവറിനെ പോലെ ആ മേഘം എന്ത് കൊടുക്കുന്നു? ലൈഫ് ഗിവിങ് വാട്ടർ കൊടുക്കുന്നു. ആർക്ക്? ഫീൽഡിന് കൊടുക്കുന്നു. അതിലൂടെ അവളെ ആ ഫീൽഡിനെ സംരക്ഷിക്കുന്നു. വാട്ട് ഡു ദ വേർഡ്സ് ക്രൈ ആൻഡ് ഹംബിൾ ഇംപ്ലൈ? എന്തൊക്കെയാണ് ക്രൈ, ഹംബിൾ ഈ വാക്കിലൂടെ അവർ പറയുന്നത്? ക്രൈ ഇംപ്ലൈസ് റെയിനിങ്. ക്രൈ എന്ന് പറയുന്ന കരയുന്നു എന്ന് പറയുന്ന എന്തിനാണ്? മഴ പെയ്യുന്നതിനെയാണ് ഇവിടെ കരയുന്നു എന്ന് പറയുന്നത്. ദ ക്ലൗഡ്സ് കം ഡൗൺ ആസ് റെയിൻ. ദ പോയറ്റ് കോൾ ഇറ്റ് ആസ് ദ ഹ്യൂമിലിറ്റി ഓഫ് ദ ക്ലൗഡ് ടു കം ടു എ ലോവർ ലെവൽ. അതേപോലെ ഹംബിൾ അതായത് വിനയം എന്ന് പറയാൻ എന്താ കാരണം അങ്ങ് ഒരുപാട് മുകളിലിരിക്കുന്ന മേഘം വിനയത്തോടെ താഴേക്ക് ഇറങ്ങി വരുന്നു. എങ്ങനെ ഇറങ്ങി വരുന്നത്? മഴയായി ഇറങ്ങി വരുന്നു. അപ്പം ഇവിടെ എന്ത് കാണാൻ പറ്റും? ക്ലൗഡിൻ്റെ ആ വിനയം, ഹംബിൾ കാണാൻ പറ്റും. ഹു ആർ ദ തേഴ്സ്റ്റി ആൻഡ് ദ സിക്ക് വൺസ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ ഫോർത്ത് സ്റ്റാൻസ? നാലാമത്തെ സ്റ്റാൻസയെ പറയുന്ന ദാഹിച്ചിരിക്കുന്നവരും അതേപോലെ രോഗം അല്ലെങ്കിൽ അസുഖം ബാധിച്ചിരിക്കുന്നവർ അവരാരൊക്കെയാണ്? അവർ? ദ ഫീൽഡ് ഈസ് തേഴ്സ്റ്റി ആൻഡ് ദ ക്ലൗഡ് ഈസ് ദ സിക്ക്. വയലുകളാണ് ദാഹിച്ചിരിക്കുന്നത്, അതേപോലെ മേഘങ്ങളാണ് സിക്കായിട്ട് അസുഖം ബാധിച്ച് ഇരിക്കുന്നത്. ഐ ആം ലൈക്ക് എർത്ത്ലി ലൈഫ്, എക്സ്പ്ലെയിൻ ദ കമ്പാരിസൺ. ഞാൻ ഈ ഭൂമിയിലുള്ളൊരു ജീവിതം പോലെയാണ്. ഭൂമിയിൽ എല്ലാവരും ജീവിക്കുന്നൊരു ജീവിതം തന്നെയാണ് എൻ്റെ ജീവിതം എന്ന് പറയാൻ എന്താണ് കാരണം?
Like the earthly life which begins at the feet of mad elements, rain also arrives and departs. Here rain is compared to the short span of the earthly life. കാരണം എന്താ? ഇഹലോകത്തിലെ ജീവിതം പോലെയാണ് മഴയുടെ ജീവിതവും. ഭ്രാന്തമായ പ്രകൃതി ശക്തികളുടെ കാൽച്ചുവട്ടിലാണ് മഴയുടെ ജീവിതവും തുടങ്ങുന്നത്. എത്ര ചെറുതാണോ മനുഷ്യരുടെ ജീവിതം, കൂടിപ്പോയാൽ 70 അല്ലെങ്കിൽ 80 ഒക്കെ ജീവിക്കും അല്ലേ? അതേപോലെയാണ് മഴയുടെ ജീവിതവും വളരെ ഷോർട്ട് സ്പാൻ ആണ്. ഐ എം ഡോട്ടഡ് സിൽവർ ത്രെഡ്സ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് എ ഫസ്റ്റ് പേഴ്സൺ നരേഷൻ. ഐഡൻറ്റിഫൈ സിമിലർ ലൈൻസ് ഫ്രം ദ ഫസ്റ്റ് സ്റ്റാൻസസ്. ഇവിടെ പറയുന്നത് ഞാൻ വെള്ളി നൂലാണെന്ന് പറയുന്നുണ്ടല്ലേ, വെള്ളി നൂലിഴകളാണെന്ന് പറയുന്നു. അപ്പം ഇവിടെ ഞാൻ എന്ന് പറയുന്നത് ഫസ്റ്റ് പേഴ്സൺ ആണ്. ഇതുപോലത്തെ വേറെ വരികൾ എവിടെയൊക്കെയുണ്ട്? ഐ ആം ബ്യൂട്ടിഫുൾ പേഴ്സ് എന്ന് പറയുന്നുണ്ടല്ലേ. അതേപോലെ നേച്ചർ ദെൻ ടേക്സ് മീ, ഇതൊക്കെ എന്താണ്? ഫസ്റ്റ് പേഴ്സൺ നരേഷനാണ്. ആക്ടിവിറ്റി 1 എന്താ പറയുന്നത്? ദ പോയറ്റ് കമ്പയർസ് ദ റെയിൻ ടു മെനി തിങ്സ്. ലുക്ക് അറ്റ് ദ ഫോളോയിങ് എക്സ്പ്രഷൻ. നമ്മുടെ പോയറ്റ് മഴയെ ഒരുപാട് കാര്യങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുന്നുണ്ടല്ലേ. നോക്കിയേ, ഐ ആം ലൈക്ക് എർത്ത് ലൈഫ്, ഞാൻ ഇഹലോകത്തിലെ ജീവിതം പോലെയാണ്. ഐ ആം ലൈക്ക് എന്ന് പറയുന്നുണ്ടല്ലേ. ഐ ആം ബ്യൂട്ടിഫുൾ പേഴ്സ്, ഞാൻ മനോഹരമായ പവിഴമാണ്. ഓക്കെ, അപ്പം ഇവിടെയൊക്കെ കവി പവിഴത്തോടും അതേപോലെ ഇഹലോക ജീവിതത്തിനെ അവരെയൊക്കെ താരതമ്യപ്പെടുത്തുകയാണ്. ആരുമായിട്ട്? മഴയുമായിട്ട്. അപ്പം ഇൻ വാട്ട് വേ ആർ ദ കമ്പാരിസൺസ് ഡിഫറെൻറ്റ്? എന്ത് ഡിഫറൻസ് ആണ് ഈ കമ്പാരിസണിലുള്ളത്? എന്ത് ഡിഫറൻസ് ആണുള്ളത് ഇവിടെ? നോക്കിയേ, ഫസ്റ്റ് വൺ, ഐ ആം ലൈക്ക് എർത്ത് ലൈഫ്, ഞാൻ ഇഹലോക ജീവിതം പോലെയാണ്. ലൈക്ക് എന്നാണ് പറയുന്നത് അല്ലേ. ലൈക്കും ആസും ഒക്കെ ഉപയോഗിക്കുന്നത് എന്തിലാണ് ഉപയോഗിക്കുന്നത്? സിമിലിയിലാണ് ഉപയോഗിക്കുന്നത്. സോ ഇറ്റ്സ് എ സിമിലി അല്ലേ, അതൊരു സിമിലിയാണ്. ഇറ്റ് ഈസ് എ ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ വിച്ച് റെയിൻ ഈസ് കമ്പയർഡ് ടു എർത്ത് ലൈഫ്. മഴയെ ഈ ലോക ജീവിതമായിട്ട് കമ്പയർ ചെയ്തേക്കുവാണ്. അതേപോലെ ലൈക്കും ആസും ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഉപയോഗിക്കുമ്പോൾ അങ്ങനത്തെ സെൻറ്റൻസുകളെ, അങ്ങനത്തെ ലൈൻസിനെ എന്താ പറയുന്നത്? സിമിലി എന്നാണ് പറയുന്നത്. ഐ ആം ബ്യൂട്ടിഫുൾ പേഴ്സ്, ഞാൻ മനോഹരമായ പവിഴമാണ്. ഇത് ഞാൻ ആണ് എന്നാണ് പറയുന്നത് അല്ലേ, സ്ഥാപിക്കുകയാണ്. ഐ ആം ബ്യൂട്ടിഫുൾ പേഴ്സ്, ഐ ആം ലൈക്ക് ബ്യൂട്ടിഫുൾ പേഴ്സ് എന്നല്ല പറയുന്നത്, പക്ഷേ ഐ ആം ബ്യൂട്ടിഫുൾ പേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പം ഇത് സിമിലി അല്ല, ഇതെന്താണ്? ഇത് മെറ്റഫറാണ്. ഇതെങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത്? ഡയറക്റ്റ് കമ്പാരിസൺ ആണ്. ഡയറക്റ്റ് കമ്പാരിസൺ ഉള്ളപ്പോൾ അതിന് എന്താ പറയുന്നത്? അത് ഏത് ഫിഗർ ഓഫ് സ്പീച്ച് ആണത്? മെറ്റഫറാണ്. ഓക്കെ, മെറ്റഫർ ഇസ് ഓൾസോ എ ഫിഗർ ഓഫ് സ്പീച്ച്. ഹിയർ like or as are not used. The rain refers to pearl. Actually rain is not pearl. ശരിക്കും പറഞ്ഞാൽ മഴ പവിഴമുത്താണോ? അല്ലല്ലേ. പക്ഷേ ഇവിടെ ആണ് എന്നാണ് സ്ഥാപിക്കുന്നത്. അപ്പം ഏതൊരു കാര്യവും ചിലപ്പോൾ ഒരു ബന്ധവും കാണത്തില്ലായിരിക്കാം, പക്ഷെ അതിനെ രണ്ടും ഞാൻ ഇങ്ങനെയാണ് എന്ന് സ്ഥാപിക്കുകയാണ്, ഞാൻ ഇത് തന്നെയാണ് എന്ന് സ്ഥാപിക്കുന്നതിന് എന്താ പറയുന്നത്? അങ്ങനെയുള്ള ലൈൻസ് മെറ്റഫറാണ്. ഓക്കെ, പിക്ക് ഔട്ട് ദ മെറ്റഫറിക്കൽ എക്സ്പ്രഷൻസ് ഇൻ ദ പോയം. ഇതേപോലത്തെ ഇനിയുമുണ്ട് മെറ്റഫറിക്കൽ ലൈൻസ്. അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കാം. ഐ ആം ഡോട്ടഡ് സിൽവർ ത്രെഡ്സ് അല്ലേ, ഞാൻ വെള്ളി നൂലിഴകളാണ്. ഐ ആം ബ്യൂട്ടിഫുൾ പേഴ്സ്, നമ്മളിപ്പോൾ കണ്ടു. ഐ എം എ മെസ്സഞ്ചർ, ഞാനൊരു സന്ദേശകനാണ്. ഐ എം ദ സൈ ഓഫ് ദ സീ, ഞാൻ കടലിൻ്റെ നെടുവീർപ്പാണ്. ഐ എം ദ ലാഫ്റ്റർ ഓഫ് ദ ഫീൽഡ്, ഞാൻ വയലുകളുടെ ചിരിയാണ്. ദ ടിയേഴ്സ് ഓഫ് ഹെവൻ, അതേപോലെ സ്വർഗത്തിൻ്റെ കണ്ണീർ തുള്ളികളാണ്. ഇതൊക്കെ ഒരു ഞാനാണ് എന്നാണ് വീണ്ടും വീണ്ടും സ്ഥാപിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതെല്ലാം എന്താണ്? മെറ്റഫറാണ്. ഐ ആം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് എന്താ പറയുന്നത്? ഐ ആം ബ്യൂട്ടിഫുൾ പേൾസ് പ്ലക്ക് ഫ്രം ദ ക്രൗൺ ഓഫ് ഇഷ്ടാർ ബൈ ദ ഡോട്ടർ ഓഫ് ഡോൺ ടു എംബലിഷ് ദ ഗാർഡൻസ്. ഇവിടെ നമുക്ക് ഈ വരികൾ വായിക്കുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും? നമുക്ക് ആ കാഴ്ച കാണാൻ കഴിയുന്നുണ്ടല്ലേ, ആ വിഷ്വൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം അങ്ങനത്തെ വേറെ എവിടെയൊക്കെ ഉണ്ട് ഈ പോയമിൽ അതുപോലത്തെ ലൈൻസ്? നമുക്ക് ഓരോ വിഷ്വൽസ് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ലൈൻസ് എവിടെയുണ്ട്? ഐ ഡിസെൻഡ് ആൻഡ് എംബ്രേസ് ദ ഫ്ലവേഴ്സ് അല്ലേ. ഐ ടച്ച് ജെൻലി അറ്റ് ദ വിൻഡോസ് വിത്ത് മൈ സോഫ്റ്റ് ഫിംഗേഴ്സ്, ഇങ്ങനെയൊക്കെയുള്ള വരികളുണ്ടല്ലേ. പിന്നെ എന്തുണ്ട്? ദ റെയിൻബോ അനൗൺസസ് മൈ ഡിപ്പാർച്ചർ. നെക്സ്റ്റ് എന്താ പറയുന്നത്? വെൻ ഐ ക്രൈ ദ ഹിൽസ് ലാഫ്. ദിസ് ലൈൻസ് ഗിവ്സ് ആൻ ഓഡിറ്ററി ഇമേജ് ഓഫ് ക്രൈങ് ആൻഡ് ലാഫ്റ്റർ. ഞാൻ കരയുമ്പോൾ കുന്നുകൾ ചിരിക്കുന്നു. ഓക്കെ, അങ്ങനെ പറയുമ്പോൾ നമുക്ക് ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ കേൾക്കാൻ കഴിയും അല്ലേ. ഒരു ഓഡിറ്ററി എഫക്റ്റാണ് നമുക്ക് തരുന്നത്, ഒരു കേൾവിയുടെ എഫക്റ്റാണ് തരുന്നത്. ഇങ്ങനത്തെ എഫക്റ്റ് തരുന്ന വേറെ ലൈൻസ് നമുക്ക് പോയമിൽ നിന്ന് കണ്ടുപിടിക്കണം. ദ വോയിസ് ഓഫ് തണ്ടർ ഡിക്ലെയർസ് മൈ അറൈവൽ അല്ലേ. ഇടിമുഴക്കം എൻ്റെ വരവിനെ പറയുന്നു. ഓക്കെ, അപ്പം ഇടിമുഴക്കം എന്താണ്? ഇത് കേൾവിയാണ് ആണല്ലോ.
നെക്സ്റ്റ് എന്താ, ഡിസ്ക്രൈബ് ദ അറൈവൽ ആൻഡ് ഡിപ്പാർച്ചർ ഓഫ് റെയിൻ കോട്ടിംഗ് ദ റെലവൻറ്റ് ലൈൻസ്, വാട്ട് എഫക്ട് ഡു ദേ ക്രിയേറ്റ് ഇൻ ദ പോയം. അപ്പോൾ നമുക്ക് എന്ത് പറയാം, അറൈവലും ഡിപ്പാർച്ചറും മഴ വരുന്നതും പോകുന്നതുമെല്ലാം ഇവിടെ പല വരികളിലും പറയുന്നുണ്ട്. ഓക്കെ, അപ്പം അതെന്ത് എഫക്റ്റാണ് നമ്മുടെ പോയമിൽ കൊടുക്കുന്നത്? വി ക്യാൻ ഹിയർ ദ അറൈവൽ ഓഫ് ദ റെയിൻ വെൻ ദർ ഇസ് തണ്ടർ. മഴ എപ്പോഴാണ് വരുന്നത്? മഴ വരുന്നതിന് മുമ്പേ ആര് വരും? ഇടിമുഴക്കം കേൾക്കാം അല്ലേ? അപ്പം ആരാണ് മഴയെക്കുറിച്ച് നമുക്ക് അറിവ് തരുന്നത്? ഇടിമുഴക്കമാണ്, തണ്ടറാണ്. ദർ ഇസ് ബ്യൂട്ടിഫുൾ റെയിൻബോ വെൻ ദ റെയിൻ ഡിപ്പാർട്സ്. അതേപോലെ മഴ തിരിച്ച് മടങ്ങി പോകുമ്പോഴെന്താണ് വരുന്നത്? റെയിൻബോ കാണാം, മഴവില്ല് കാണാം. ദീസ് പോയറ്റിക് എക്സ്പ്രഷൻസ് ആർ ഹൈലി ആപ്റ്റ് ആൻഡ് ഡിലൈറ്റ്ഫുൾ. ഈ എക്സ്പ്രഷനുകൾ കാരണം ഈ സോങ്ങിന് നല്ല എഫക്റ്റ് ഉണ്ട് അല്ലേ? ഐ ടച്ച് ജെന്റ്ലി അറ്റ് ദ വിൻഡോസ് വിത്ത് മൈ സോഫ്റ്റ് ഫിംഗേഴ്സ്. ഡസ് ദ റെയിൻ ഹാവ് ഫിംഗേഴ്സ് ടു ടച്ച് ദ വിൻഡോ? ഹിയർ ദ പോയറ്റ് ഗിവ്സ് എ ഹ്യൂമൻ ക്വാളിറ്റി ടു ദ റെയിൻ. ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് പെർസോണിഫിക്കേഷൻ. ഐഡൻറ്റിഫൈ ദ ലൈൻസ് പെർസോണിഫൈങ് റെയിൻ. നോക്കിയേ, ഇവിടെ മഴ പറയുന്നത് എന്താണ്? ഞാൻ എൻ്റെ സോഫ്റ്റ് ഫിംഗേഴ്സ്, വിരലുകൾ കൊണ്ട്, മൃദുവായ വിരലുകൾ കൊണ്ട് ഞാൻ ജനലുകളെ തൊടുന്നു എന്നാണ് പറയുന്നത് അല്ലേ? പക്ഷെ ശരിക്കും മഴയ്ക്ക് വിരലുകളുണ്ടോ? ഇല്ലല്ലേ? പക്ഷേ മനുഷ്യർക്ക് നമുക്കങ്ങനെ ചെയ്യാൻ പറ്റുമല്ലേ? വിരലുകൾക്ക് നമുക്ക് വിൻഡോയൊക്കെ, ജനലുകൾ ഇങ്ങനെ തൊടാൻ കഴിയും. അപ്പം ഇത് മനുഷ്യരുടെ ക്വാളിറ്റിയാണ് ആർക്ക് കൊടുത്തിരിക്കുന്നത്? മഴയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതെന്താണ്? ഇങ്ങനത്തെ ലൈനിനെ എന്താ പറയുന്നത്? പെർസോണിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. പെർസോണിഫിക്കേഷൻ ഒരു ഫിഗർ ഓഫ് സ്പീച്ച് ആണ്. ഈ ഫിഗർ ഓഫ് സ്പീച്ചിൽ, പെർസോണിഫിക്കേഷൻ എന്ന് പറയുന്ന ഫിഗർ ഓഫ് സ്പീച്ചിൽ മനുഷ്യൻ്റെ എന്തെങ്കിലും ഗുണങ്ങളോ ക്വാളിറ്റിയോ നേച്ചറോ മനുഷ്യനല്ലാത്ത വസ്തുക്കൾക്കോ വേറെന്തിനേലും കൊടുക്കുന്നതിനെയാണ്, അങ്ങനെയുള്ള വരികൾക്ക് ചേർക്കുന്നതിനാണ് എന്ത് പറയുന്നത്? പെർസോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതുപോലത്തെ ലൈൻസ് നമുക്ക് ഈ പോയമിൽ നിന്ന് കണ്ടെത്താം. ഓക്കെ, നമുക്കിനി എന്ത് പറയാം? വെൻ ഐ ക്രൈ ദ ഹിൽസ് ലാഫ്. ഞാൻ ചിരിക്കുമ്പോൾ കുന്നുകൾ, ഞാൻ കരയുമ്പോൾ കുന്നുകൾ ചിരിക്കുന്നു. ഇവിടെ കരയുക ആരുടെ നേച്ചറാണ്? മനുഷ്യർക്ക് കരയാം അല്ലേ? പക്ഷേ മഴയ്ക്ക് അങ്ങനെ കരയാൻ കഴിയും? മനുഷ്യരുടെ ഗുണമാണ് ആർക്ക് കൊടുത്തേക്കുന്നത്? മഴയ്ക്കും അതേപോലെ കുന്നുകൾക്കും കൊടുത്തേക്കുന്നത്. കുന്നുകൾ ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഐ ആം എ മെസ്സഞ്ചർ ഓഫ് മേഴ്സി. ഞാനൊരു സന്ദേശകനാണ്, ഞാൻ ദയയുടെ സന്ദേശകനാണ്. ഓക്കെ, വെൻ ഐ സീ എ ഫീൽഡ് ഇൻ നീഡ്. കാണുന്നു, ഞാൻ ഒരു വയലിനെ കാണുന്നു എന്നാണ് പറയുന്നത്. കാണുക ആരുടെ ക്വാളിറ്റി? നമുക്ക് കാണാം അല്ലേ? മഴയ്ക്ക് ശരിക്കും അങ്ങനത്തെ ഒരു ക്വാളിറ്റി ഇല്ല. ഇൻ ടേൺ ഐ കിൽ ഇറ്റ്. ഞാൻ അതിനെ കൊല്ലുന്നു. ഐ ആം ദ സൈ ഓഫ് ദ സീ. ഞാൻ കടലിൻ നെടുവീർപ്പാണ്. ഇതൊക്കെ ആരുടെ നേച്ചറാണ്? ഇതൊക്കെ മനുഷ്യരുടെ നേച്ചറാണ്. റീഡ് ദ ഫോളോയിങ് ലൈൻസ്. ഐ എം ബ്യൂട്ടിഫുൾ പേൾസ് പ്ലക്ക് ഫ്രം ദ ക്രൗൺ ഓഫ് ഇഷ്ടാർ. ഐ എം എ മെസ്സഞ്ചർ ഓഫ് മേഴ്സി. ഇവിടെയൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു മ്യൂസിക്കൽ ക്വാളിറ്റി നമുക്ക് കാണാം അല്ലേ? ഇവിടെ അണ്ടർലൈൻ ചെയ്തേക്കുന്ന വാക്കുകൾക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? പേൾസ് പ്ലക്ഡ്. ഇവിടെ പ എന്നാണ് തുടങ്ങുന്നത് അല്ലേ? അപ്പം സിമിലർ ഒരു റിപ്പറ്റീഷൻ ഓഫ് കൺസോണൻറ്റ് ശബ്ദം നമുക്ക് കേൾക്കാം. അപ്പം ഇങ്ങനെയുള്ള ലൈൻസിൽ നമ്മൾ എന്താ പറയുന്നത്? അലിട്രേഷൻ ആണ്. എന്താണിത്? അലിട്രേഷൻ എന്ന് പറഞ്ഞൊരു ഫിഗർ ഓഫ് സ്പീച്ച് ആണ്. അതേപോലെയാണ് മെസ്സഞ്ചർ ഓഫ് മേഴ്സി. മ അല്ലേ? സെയിം സൗണ്ടാണ്. അപ്പം ഇതും എന്താണ്? അലിട്രേഷൻ. ഇതേപോലത്തെ അലിട്രേഷൻ നമുക്ക് ഇവിടുന്ന് കണ്ടെത്താം. ഡോട്ടഡ് സിൽവർ ത്രെഡ്സ് ഡ്രോപ്ഡ് അല്ലേ? ഡി കൊണ്ട് തുടങ്ങുന്നത് അല്ലേ? ഡോട്ടഡ് ഡ്രോപ്ഡ്. നെക്സ്റ്റ് എന്താണ്? ഡോട്ടർ ഓഫ് ഡോൺ. അവിടെ എന്താണ്? ഡോ എന്ന് വരുന്നുണ്ട്. സൈ ഓഫ് ദ സീ. അല്ലേ? സൈ ഓഫ് ദ സീ. നെക്സ്റ്റ് മാച്ച് ദ ലൈൻസ് ഇൻ ദ പോയം വിത്ത് ദർ മീനിങ്സ്. നമുക്ക് ഈ പോയമിൽ കുറച്ച് വരികൾ തന്നിട്ടുണ്ട്, അതേപോലെ മീനിങ്സും തന്നിട്ടുണ്ട്. നമുക്കിത് എന്ത് ചെയ്യണം? ഏത് വരിയാണോ ഏത് മീനിങ്ങിന് ചേരുന്നത് അത് നമുക്ക് മാച്ച് ചെയ്യണം. ഫസ്റ്റ് വൺ എന്താണ്? ടിയേഴ്സ് ഫ്രം ദ എൻഡ്ലെസ് ഹെവൻ ഓഫ് മെമ്മറീസ്. അത് ആരുമായിട്ടാണ് മാച്ച് ആവുന്നത്? ഹെവൻ ഷെഡ്സ് ടിയേഴ്സ് ഇൻ ദ ഫോം ഓഫ് റെയിൻ ഡ്രോപ്സ്. Rain has been a part of the sky for some time in the form of clouds and now is leaving it. കാരണം എന്താ? മഴ ഹെവനിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് വരുന്ന കണ്ണീര് പോലെയാണ് മഴ. സ്വർഗം പൊഴിക്കുന്ന കണ്ണീരാണ് മഴ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? കാരണം കുറേ കാലം മഴ എവിടെയായിരുന്നു? ആകാശത്തിൽ തന്നെയായിരുന്നു അല്ലേ? ആകാശത്തിൽ മേഘങ്ങളിൽ തന്നെ ഇരിക്കുകയായിരുന്നു മഴ. അപ്പം ഈ മഴത്തുള്ളികൾ പിന്നെ എപ്പോഴാണ് ആകാശം വിട്ട്, മേഘങ്ങൾ വിട്ട് താഴേക്ക് വരുമ്പോൾ മഴയ്ക്ക് ഭയങ്കര വിഷമമുണ്ട്. അല്ലെങ്കിൽ സ്വർഗത്തിന് ഭയങ്കര വിഷമമുണ്ട്. കാരണം മഴ സ്വർഗത്തെ വിട്ട് താഴേക്ക് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഐ ക്വെൻസ് ദ തേഴ്സ്റ്റ് ഓഫ് വൺ, ഐ ക്യൂർ ദ എയിൽമെൻറ്റ് ഓഫ് ദ അതർ. ഞാൻ ഒരാളുടെ ദാഹം ശമിപ്പിക്കുന്നു, ഒരാളുടെ അസുഖം സുഖപ്പെടുത്തുന്നു. ഇവിടെ എന്താണ് മീനിങ്? റെയിൻ സാറ്റിസ്ഫൈസ് ദ തേഴ്സ്റ്റ് ഓഫ് ദ ഫീൽഡ്സ് ആൻഡ് ക്യൂർസ് ദ സിക്നെസ് ഓഫ് ദ ക്ലൗഡ്സ് അല്ലേ?
മഴ വയലുകളുടെ ദാഹം ശമിപ്പിക്കുന്നു, അതേപോലെ മേഘങ്ങളുടെ അസുഖം സുഖപ്പെടുത്തുന്നു. മേഘങ്ങളുടെ അസുഖം സുഖപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താ? ഈ മേഘങ്ങൾ ഇവോപ്പറേഷനും കണ്ടൻസേഷനും ഒക്കെ നമ്മൾ പഠിച്ചിരുന്നല്ലോ, ബേസിക് സയൻസിൽ പഠിച്ചിട്ടുണ്ടല്ലേ. എന്ത് ചെയ്യുന്നു? അങ്ങനെ വെള്ളം ആവിയായി എവിടെ പോകുന്നു? കടലിലെയും തോടിലെയും ഇവിടെയൊക്കെ കാണുന്ന വെള്ളങ്ങൾ എവിടെ ആവിയായി പോകുന്നത്? ക്ലൗഡ്സിൽ പോയിരിക്കുന്നു അല്ലേ. അങ്ങനെ അത് അവിടെ ഇരുന്ന് കണ്ടൻസേഷൻ നടക്കുന്നു അല്ലേ. അവിടെ തന്നെ തിങ്ങി തിങ്ങി ക്ലൗഡ്സിൽ ഈ വെള്ളം തിങ്ങി 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 അതിന് വല്ലാത്ത ബുദ്ധിമുട്ടാവുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്? എയിൽമെൻറ്റ് എന്ന് പറയുന്നത്. ഈ ബുദ്ധിമുട്ട് എങ്ങനെയാണ് മാറുന്നത്? ആ മഴ പെയ്യുമ്പോഴാണ് അതിന് ആ ക്ലൗഡിനൊരു ആശ്വാസം ആകുന്നത് അല്ലേ. I am like earthly life which begins at the feet of the mad elements and ends under the upright wings of death. ഞാൻ ഈ ലോക ജീവിതം പോലെയാണ് എന്നാണ് പറയുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? The rain is as short lived as man's life on earth. മനുഷ്യരുടെ ജീവിതം എത്ര ചെറുതാണോ അതേപോലെയാണ് മഴയുടെ ജീവിതവും. Both are born out of the elements of nature and both meet with their death. രണ്ടും പ്രകൃതിയുടെ ശക്തിയിലൂടെയാണ് ജനിക്കുന്നത്, അതേപോലെ രണ്ടുപേരും മരണപ്പെടുന്നതും പ്രകൃതിയിൽ തന്നെയാണ്. When I cry the hills laugh. ഞാൻ മരിക്കുമ്പോൾ കുന്നുകൾ ചിരിക്കുന്നു. എന്താണ് അങ്ങനെ പറയാൻ കാരണം? The deafening sounds of the thunder echoes on the hills and it sounds like laughter. ഇടിമുഴക്കം അങ്ങ് മലയുടെ മുകളിലൊക്കെ കുന്നുംപുറത്തൊക്കെ ഇടിമുഴക്കത്തിൻ്റെ ശബ്ദം എക്കോ എങ്ങനെയാണ് കേൾക്കുന്നത്? ആരോ ചിരിക്കുന്ന പോലെയാണ് കേൾക്കുന്നത്. Now tick whether true or false. Give the correct expressions for the false statements if any. താഴെ നമുക്ക് കുറച്ച് എക്സ്പ്രഷൻസ് തന്നിട്ടുണ്ട്. അത് ട്രൂ ആണോ ശരിയാണോ തെറ്റാണോ നമുക്ക് ടിക്ക് ചെയ്യണം. അല്ലെങ്കിൽ തെറ്റാണെങ്കിൽ അത് നമുക്ക് തിരുത്തി എഴുതണം. ഓക്കെ. ഫസ്റ്റ് വൺ. The tone and mood of the poem reflects the rain's love for the earth. ഈ പോയമിൻ്റെ ഈ കവിതയുടെ ആ ഒരു ടൂണ്, താളവും മഴയുടെ സ്നേഹവും ഇവിടെ നമുക്ക് കാണാമല്ലേ. ശരിയാണോ? ശരിയാണ്. സോ ട്രൂ ടിക്ക് ചെയ്യണം. The rain has a beginning and an end like all living things. മഴയ്ക്ക് എല്ലാ ജീവജന്തുക്കളെ പോലെയും മനുഷ്യരെ പോലെയൊക്കെ മഴയ്ക്ക് എന്തുണ്ട്? ഒരു ജനനവും മരണവും ഉണ്ട്. ശരിയാണോ തെറ്റാണോ? ശരിയാണല്ലേ. I descend and embrace the flowers is an example of metaphor. മെറ്റഫറിൻ്റെ എക്സാമ്പിൾ ആണോ I descend and embrace the flowers എന്ന് പറയുന്നത്? അല്ല. കാരണം എന്താ? അത് പെർസോണിഫിക്കേഷനാണ്. ഡിസെൻറ്റും എംബ്രേസും ആരുടെ ക്വാളിറ്റീസാണ്? മനുഷ്യരുടെ ക്വാളിറ്റീസാണ് അല്ലേ. താഴേക്ക് ഇറങ്ങുന്നു, അതേപോലെ പൂക്കളെ കെട്ടിപ്പിടിക്കുന്നു. അപ്പം ഇത് മനുഷ്യർക്കല്ലേ ചെയ്യാൻ കഴിയുന്നത്, മഴയ്ക്ക് പറ്റത്തില്ലല്ലേ. അപ്പം നോക്കി എന്തുകൊണ്ടാണ് ഇവിടെ പെർസോണിഫിക്കേഷൻ എന്ന് പറയാൻ കാരണം ഹിയർ വി ഡു നോട്ട് ഫൈൻഡ് എനി കമ്പാരിസൺ. നമ്മളിവിടെ ഒരു താരതമ്യപ്പെടുത്തലും കാണുന്നില്ല. നോ ഡയറക്റ്റ് സിമിലാരിറ്റി ബിറ്റ്വീൻ ദ വേർഡ് ആൻഡ് തിങ്. ഇവിടെ ഒരു ഡയറക്റ്റ് സിമിലാരിറ്റിയും നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതേപോലെ ഇതൊരു പെർസോണിഫിക്കേഷൻ ആണ്. കാരണം ദ നോൺ ലിവിങ് റെയിൻ ഈസ് കൺസിഡർഡ് ആസ് എ ലിവിങ് ബീയിങ് വിച്ച് ഡിസെൻഡ്സ് ആൻഡ് എംബ്രേസസ് ദ ഫ്ലവേഴ്സ്. ഓക്കെ. അടുത്ത എന്താ പറയുന്നത്? നൗ ലെറ്റ്സ് പ്രിപ്പയർ ആൻ അപ്രിസിയേഷൻ ഓഫ് ദ പോയം. ദ ബിഗിനിങ് ഈസ് ഗിവൺ. നമുക്കൊരു അപ്രിസിയേഷൻ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ തുടക്കം തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അപ്രിസിയേഷനിൽ എന്തൊക്കെയാണ് വരുന്നത്? സോങ്ങിൻ്റെ പേരെഴുതണം, അതേപോലെ ധാരാണോ ആ പോയറ്റ് അതെഴുതണം, പിന്നെ അതിൻ്റെ തീം എന്താണ് അത് നമ്മൾ തുടക്കത്തിൽ എഴുതണം, അതേപോലെ അതിലുള്ള ഫിഗർ ഓഫ് സ്പീച്ച് എന്തൊക്കെ ഗ്രാമർ ഫിഗർ ഓഫ് സ്പീച്ചാണ് യൂസ് ചെയ്തേക്കുന്നത് അതൊക്കെ എഴുതണം. ഓക്കെ. പിന്നെ എന്തെങ്കിലും റൈം സ്കീമോ അതിൻ്റെ പൊയറ്റിക് എഫക്റ്റ് ഒക്കെ നമുക്ക് അപ്രിസിയേഷൻ എഴുതണം. അപ്പോൾ നമുക്ക് അപ്രിസിയേഷൻ എഴുതാം. Song of the Rain is a poem by Khalil Gibran describing the heavenly beauty of the rain. The poem is written in the first person and the rain itself is the speaker. The rain looks like silver threads dropped from heaven by the gods. It adorns the field and villages. The rains say that it is the beautiful pearls. When the rain cries, the hills laugh. The rain stands as the messenger of mercy between the field and the cloud, which are lovers. The voice of thunder declares the arrival of the rain. The rainbow announces its departure. The rain is like the earthly life, it begins and ends. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞു പോവാണ്. ഓക്കെ. The rain emerges from the heart of the sea and soars with the breeze. The rain's announcement is like a welcome song. Only the sensitive people can understand that. Though the heat in the air gives birth to rain, it kills the heat. The rain is the sigh of the sea and laughter of the field. It is the tears of heaven. പിന്നെന്താ പറയാ? The poem has powerful style of personification. The non-living rain is presented as a living being. The poet is careful about the use of alliteration also. A messenger of mercy is an example. The rain is as short-lived as man's life on earth. Both are born out of the elements of nature
and both meet with their death. In this way, the poem can be highly considered as philosophical too. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് അപ്രിസിയേഷനും കണ്ടു. ഇതോടെ നമ്മുടെ സോങ് ഓഫ് ദി റെയിനിലെ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അപ്രിസിയേഷനും ആക്ടിവിറ്റീസ് എല്ലാം സോൾവ് ചെയ്തു. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് മൈ വീഡിയോ. സോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഡൗട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ കീപ് വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.